السلام عليكم ورحمة الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. الحمد لله رب العالمين والعاقبة للمتقين. وصلى الله وسلم على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകളെ, ആദരണീയനായ ഉസ്താദ് ബഷീർ ബാഖവി, എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ബാഖവി, മറ്റ് ഉലമാക്കളെ, ഉമറാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരീ സഹോദരങ്ങളെ, ഏറെ സന്തോഷദായകമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഒക്കെ സംബന്ധിച്ചിട്ടുള്ളത്. അഥവാ മർക്കസുൽ ഉലമ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ പൊന്മള ഫരീദ് മുസ്ലിയാർ മെമ്മോറിയൽ ദർസ് ആൻഡ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ആ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ പഠനാരംഭ പരിപാടിയോടനുബന്ധിച്ചുള്ള വേദിയിലാണ് നമുക്ക് സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് നമ്മളിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അന്ത്യം വരെയും പരിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരലോട് കൂടെ നമ്മുടെ നാട്ടുകാർ ഏറെ ഭാഗ്യം സിദ്ധിച്ച ആളുകളായി മാറുകയാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ ഒരു ചിഹ്നമാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുക, ആരാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വെച്ചേറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബി എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവാണ്. വീണ്ടും സ്വഹാബി ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി തങ്ങൾ അത് തന്നെ മറുപടി പറഞ്ഞു, അൽ ഇൽമു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവാണ്. വീണ്ടും സ്വഹാബി ചോദിച്ചു, അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവാണ് അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ സ്വഹാബി പറഞ്ഞു, നബിയെ, ഞങ്ങൾ കർമ്മത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, നിങ്ങളാവട്ടെ അറിവിനെക്കുറിച്ചാണ് മറുപടി പറയുന്നത്. അമലിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്, പക്ഷെ നിങ്ങൾ മറുപടി പറയുന്നത് അമലിനെ സംബന്ധിച്ചാണല്ലോ, ഇൽമിനെ സംബന്ധിച്ചാണല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതെ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഖലീലും മിനൽ അമലി മഅൽ ഇൽമി യൻഫഉ, അറിവോടുകൂടി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോടുകൂടി ഒരു മനുഷ്യൻ അല്പം അമൽ ചെയ്താലും അതവനക്ക് ഉപകാരപ്രദമാവും. എന്നാൽ കസീറും മിനൽ അമലി മഅൽ ജഹ്ലി ലാ യൻഫഉ, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ കൊട്ടക്കണക്കിന് അമൽ ചെയ്താലും ശരി, ആ മനുഷ്യനുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുന്ന ഗ്രന്ഥം ഖുർആനോളം മറ്റൊന്നില്ലല്ലോ. നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് തന്നെ ആ ഖുർആനെ തേടി പിടിക്കുക എന്നതാണ്. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ
ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം നബി അലൈഹിസ്സലാം ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ അവരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വന്നതിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം അതാണ്. അള്ളാഹ് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാം പറഞ്ഞു ഇഹ്ബിതു മിൻഹാ ജമീഅ, എല്ലാവരും ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം. ഇബ്ലീസ് അടക്കം ആദ്യ നബി ഹവ്വ ബീവിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെയൊക്കെ പരമമായിരിക്കുന്ന ലക്ഷ്യം. ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദ, ഒരു പക്ഷേ എന്നിൽ നിന്നും നിങ്ങൾക്ക് ഹുദ വന്നു പെട്ടേക്കാം. ആ ഹുദയെ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ ഹുദയെ ആരാണോ പിന്തുടരുന്നത് അവർക്ക് പിന്നെ യാതൊരു സങ്കടവുമില്ല, അവർ വിഷമിക്കേണ്ടതുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ആ ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യ റുസുലു വൽ കുതുബ്, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളുമാകുന്നു അത്. എന്നാൽ ആ ഗ്രന്ഥത്തിലെ 4-ാം വേദക്കാരാകുന്ന നമുക്ക് കിട്ടിയതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ പിന്തുടരുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ ഒരു സഹായികളാകുവാനാണ് ഈ നാട്ടുകാർക്ക് ഈ സ്ഥാപനങ്ങളോടുകൂടി ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഖാദിമാവുക എന്ന് വച്ചാൽ അതിനോളം നമ്മുടെ നാട്ടിൽ മറ്റൊന്നില്ല. ഏതൊരു സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതൊന്നും ഇതിൻ്റെ സ്ഥാനത്തേക്ക് എത്തുകയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ഒരാൾക്ക് ഖുർആൻ പാരായണത്തിന് അവസരം കിട്ടി, അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള അവസരം ഒരാൾക്ക് കിട്ടി, എന്നിട്ട് സുമ്മ റഅ, പിന്നെ അയാൾ അഭിപ്രായപ്പെടുകയാണ്, അന്ന അഹദൻ ഊതിയ അഫ്ളല മിമ്മാ ഊതിയ, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയതായിരിക്കുന്ന ഈ അവസരത്തെക്കാളും മികവുറ്റ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരവസ്ഥ മറ്റൊരുത്തിനക്ക് നൽകിയിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ, അഥവാ ഖുർആനുമായി ബന്ധപ്പെട്ടത് കാരണമായിട്ട് പലതും ഇവനക്ക് നഷ്ടപ്പെട്ടു, എന്നാൽ മറ്റുള്ള മേഖലയിലേക്ക് തിരിഞ്ഞത് കാരണം കൊണ്ട് പല ഉയർന്ന മേഖല എത്തിപ്പെടാൻ സാധിച്ചു. അവനെ കണ്ടപ്പോൾ ഇവൻ വിചാരിക്കാണ്, ഓ, ഞാൻ ഈ ഖുർആനുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ താഴെലായിപ്പോയല്ലോ, അവരൊക്കെ എത്ര ഉയരത്തിൽ എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഖദിസ്തസ്ഗറ മാ അല്ലമഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല തഅലീം ചെയ്ത, ആദരിച്ച, ബഹുമാനിച്ച ഒന്നിനവൻ ചെറുതാക്കി കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള അവസരം ഈ നാട്ടുകാർ കിട്ടുക എന്നത് നമ്മുടെ ഈ നാട്ടിൽ ഏത് സൗകര്യം ഇല്ല എങ്കിലും ഇത് ഉണ്ട് എങ്കിൽ അത്രക്കും വലിയ സൗകര്യമാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാഹു അതിൻ്റെ ഖാദിമുൽ ജീവികൾ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അത് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും കൂടി ഉപകാരപ്രദമായിരിക്കുന്ന ഒന്നാണ് ഈ സ്ഥാപനം എന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാമി ഷഫീഇൻ അഫ്ളല മൻസിലതൻ ഇൻദല്ലാഹി മിനൽ ഖുർആൻ വലാ നബിയ്യിൻ വലാ മലക്കിൻ. നാളെ മരണപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചെല്ലുന്ന സമയത്ത് ഒരുപക്ഷെ നാം ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തേക്ക് പോകാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. ആ സമയത്ത് അവിടെ നിന്ന് സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ശുപാർശകരുണ്ടാവും. നമുക്ക് അമ്പിയാക്കൾക്കുണ്ട്, മലായികത്തിനുണ്ട്, സ്വാലിഹീങ്ങളായ ആളുകൾക്കുണ്ട്. എന്നാൽ ഒരു മനുഷ്യനിക്ക് ഖുർആനുമായി ജോലിയാകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഖുർആനോളം അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠമായ മറ്റൊരു ശുപാർശകൻ ഇല്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീകളെ, നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്, ഒരു പിടിവള്ളിയാണ് ഈ സ്ഥാപനം എന്നത് മനസ്സിലാക്കി എല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം സംഭരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.